എല്ലാവർക്കും കാന്താരി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പീരയാണ്. മീൻ പീരയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. നമ്മളിവിടെ പീര വെക്കാൻ എടുത്തിരിക്കുന്നത് കൊഴുവയാണ്. 1 കിലോ നല്ലതായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, കുടംപുളി. പിന്നെ 2-3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, ഉപ്പ്, കാശ്മീരി മുളക് പൊടി, പിന്നെ അതിന് അരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ചുവന്നുള്ളി കുറച്ച് ഏറെ എടുത്തോട്ടോ. പിന്നെ വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം, ഇഞ്ചി 2 ചെറിയ കഷ്ണം, കുറച്ച് കാന്താരി, ഒരു തേങ്ങയുടെ അരമുറി എടുത്തിട്ടില്ല, അരമുറിയുടെയും പകുതി എടുത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, 2 തക്കാളി. ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ഒതുക്കി കൊണ്ടുവരാം. അതിൻ്റെ അകത്തേക്ക് 2 ഇതിൽ കറിവേപ്പില ഊരിയിട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ആ കൂട്ടത്തിൽ ഒതുക്കിയെടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ തേങ്ങയും ഉള്ളിയും എല്ലാം കൂടെ നല്ലപോലെ അരയിൽ വെച്ച് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കിനി മീൻ പീര വയ്ക്കാനായിട്ട് തുടങ്ങാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ച മണം ഒന്ന് മാറി വരട്ടെ. ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ തക്കാളിക്ക്, ആ ഒരു ചുവ മാറുന്നിടം വരെ എണ്ണയിൽ വഴന്ന് വരട്ടെ. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പില്ല, അത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ ഒരു ചെറിയ കുത്തൊലൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മളൊരു 2 കഷ്ണം പുളി ഇതിൻ്റെ അകത്ത് പിച്ച് കീറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളത്തിലിട്ടേക്കുന്ന ആ വെള്ളവും കൂടെ കൂട്ടി ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഈ മീൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം. കൊഴുവയല്ലേ, വലിയ വേവില്ലല്ലോ, അപ്പോൾ അത് കാരണം നമുക്ക് അരപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വെച്ച് കൊടുക്കാം. അരപ്പിലേക്ക് ആ മീനിട്ട് എല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പിച്ച് നമ്മുടെ പാകത്തിന് ഉപ്പെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ആ മീനിൽ നിന്നുള്ള വെള്ളം മതി ആ മീൻ വേകാനായിട്ട്. ഇനി ആരും തവിയിട്ട് ഇത് ഇളക്കരുത് കേട്ടോ. നമുക്ക് ഇനി ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് കുടഞ്ഞു വെക്കണം. ഒരു 2 കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുടഞ്ഞു വയ്ക്കാം. ഇതിങ്ങനെ കുടഞ്ഞു വെക്കുമ്പോൾ ആരും മേത്തേക്ക് തെറിക്കാതെ ശ്രദ്ധിച്ചോളണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാവേ. അടിപൊളിയായിട്ട് പറ്റി വന്നിട്ടുണ്ട്. മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കാം. തീ നിർത്തി കൊടുക്കാം. നമ്മുടെ കൊഴുവ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കറിയാണ്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മറന്നു പോകരുതേ.